കൈപ്പറമ്പുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലേക്ക്. 2025 ഒക്ടോബർ 21 നടന്ന അഷ്ടമംഗല്യ പ്രശ്നത്തിൽ നിർദ്ദേശിച്ച അതിഗൗരവമുള്ളതും അടിയന്തരമായി പരിഹരിക്കേണ്ടതുമായ ഭഗവതി ക്ഷേത്രം ശ്രീകോവിൽ പുനർനിർമ്മാണം പൂർണ്ണമായും കരിങ്കല്ലിൽ നിർമ്മിച്ച മുകൾ ഭാഗം ചെമ്പോലമേഞ്ഞ് പൂർത്തീകരിച്ചിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഉപദേവതകളായ ശാസ്താവിന്റെയും ദുർഗയുടെയും ശ്രീകോവിൽ നവീകരണവും ക്ഷേത്രത്തിന്റെ കിഴക്കുഭാഗത്ത് റോഡിന് അഭിമുഖമായി അലങ്കാര ഗോപുരത്തിന്റെയും ചുറ്റുമതിലിന്റെയും നിർമ്മാണവും ക്ഷേത്ര ചുറ്റമ്പലം, നടപ്പുര, പാലത്തറ, ഊട്ടുപുര, ക്ഷേത്രക്കുളം, ക്ഷേത്ര ഓഫീസ് എന്നിവയുടെ അറ്റകുറ്റപ്പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. നവീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി പുനഃപ്രതിഷ്ഠയും നവീകരണ കലശവും വൈദിക ആചാരങ്ങളോടും സാംസ്കാരിക പരിപാടികളോടും കൂടി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ ശങ്കരൻ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം 2026 ജൂലൈ 8 മുതൽ 13 വരെ ശിവക്ഷേത്രത്തിൽ ദ്രവ്യകലശവും നടക്കും. നമസ്കാരം, എൻ്റെ പേര് പ്രകാശ് മണ്ണൂർ എന്നാണ്. കൈപ്പറമ്പുകാവ് നവീകരണ കലശസമിതിയുടെ കൺവീനറാണ്. കൈപ്പറമ്പുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശം നടക്കുകയാണ്. ജൂലൈ മാസം 8 തീയതി മുതൽ 15 തീയതി വരെയാണ് നവീകരണ കലശം നടക്കുന്നത്. അതോടൊപ്പം തന്നെ കൈപ്പറമ്പ് ശിവക്ഷേത്രത്തിൽ ദ്രവ്യകലശവും നടക്കുന്നുണ്ട്. ഇതിനു മുമ്പ് 14 വർഷം മുമ്പാണ് കൈപ്പറമ്പുകാവ് ഭഗവതി ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും നവീകരണ കലശം നടന്നത്. തുടർന്ന് 14 വർഷത്തിന് ശേഷം വീണ്ടും ഈ ഒരു മഹദുദ്യമം ക്ഷേത്രത്തിൽ ഇപ്പോൾ നടക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ എല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ പൂർണ്ണമായി കരിങ്കല്ലിൽ നിർമ്മിച്ച് ചെമ്പോലമേഞ്ഞ് നവീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭഗവതി ക്ഷേത്രത്തിന് മുൻവശത്ത് റോഡിന് അഭിമുഖമായി ഒരു പുതിയ അലങ്കാര ഗോപുരം നിർമ്മിക്കുന്നുണ്ട്. അതോടൊപ്പം ക്ഷേത്രത്തിൻ്റെ ഊട്ടുപുര നവീകരണം, ഓഫീസിൻ്റെ നവീകരണം, ക്ഷേത്രക്കുളം നവീകരണം തുടങ്ങിയ അറ്റകുറ്റപ്പണികളും വളരെ ഭംഗിയായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നവീകരണ കലശത്തിന് മുമ്പായി എല്ലാ പണികളും പൂർത്തീകരിക്കപ്പെടുന്നതാണ്. നവീകരണ കലശത്തോടനുബന്ധിച്ച് ഒരുപാട് സാംസ്കാരിക പരിപാടികൾ കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. നവീകരണ കലശത്തിൻ്റെ താന്ത്രികമായ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട് അവർ നേതൃത്വം നൽകുന്നതാണ്. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ സമർപ്പണം 2026 ജൂലൈ 8 തീയതി ബുധനാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രിയും ക്ഷേത്രം മൂരാളൻ ബ്രഹ്മശ്രീ കുറൂർ കൃഷ്ണൻ ഭട്ടതിരിപ്പാട് അവർകളും കൂടി നിർവഹിക്കുകയാണ്. അന്ന് വൈകിട്ട് ചേരുന്ന ചടങ്ങിൽ വെച്ച് ക്ഷേത്രത്തിലെ നവീകരണ കലശത്തോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം പ്രശസ്ത ഗാനരചയിതാവ് ശ്രീ BK ഹരിനാരായണൻ നിർവഹിക്കും. തുടർന്ന് പ്രശസ്ത സോപാന സംഗീതജ്ഞൻ ശ്രീ അമ്പലപ്പുഴ വിജയകുമാർ അവതരിപ്പിക്കുന്ന സോപാന സംഗീത കച്ചേരി ഉണ്ടായിരിക്കും. 2-ാം ദിവസം രാവിലെ ക്ഷേത്രം തന്ത്രിയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേത്ര സംസ്കാരം എന്ന വിഷയത്തെപ്പറ്റി ഒരു സംവാദം സംഘടിപ്പിച്ചിട്ടുണ്ട്. അന്നേ ദിവസം വൈകിട്ട് പ്രശസ്ത ഭക്തി പ്രഭാഷകൻ ശ്രീ വ്യാസൻ അവതരിപ്പിക്കുന്ന ഭക്തി പ്രഭാഷണം ഉണ്ടായിരിക്കും. തുടർന്ന് നൃത്യങ്ങളും ഉണ്ടായിരിക്കും. 3-ാം ദിവസം രാവിലെ പൂർണ്ണേന്ദു ഭജൻസ് അവതരിപ്പിക്കുന്ന ഒരു ഭജൻ ഉണ്ടായിരിക്കുന്നതാണ്. അന്നേ ദിവസം വൈകുന്നേരം നവീകരണ കലശത്തോടനുബന്ധിച്ച് നടക്കുന്ന നൃത്ത സംഗീതോത്സവത്തിൻ്റെ ഉദ്ഘാടനം പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ പ്രശസ്ത ഗാനരചയിതാവ് ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിപ്പാട് നിർവഹിക്കും. ആ ചടങ്ങിൽ പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ മണികണ്ഠൻ അയ്യപ്പ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. തുടർന്ന് കലാക്ഷേത്ര സുദർശൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു നൃത്തസന്ധ്യ ഉണ്ടായിരിക്കും. 2026 ജൂലൈ 11 തീയതി ശനിയാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ വിവിധ കലാക്ഷേത്രങ്ങളുടെ നേതൃത്വത്തിൽ നൃത്തരൂപങ്ങൾ അരങ്ങേറുന്നതാണ്. അന്നേ ദിവസം വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പ്രശസ്ത ഗായിക പത്മഭൂഷൺ ഡോക്ടർ KS ചിത്ര പങ്കെടുക്കുന്നതായിരിക്കും. ഈ ചടങ്ങിൽ വെച്ച് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രഥമ ഭൈരവി പുരസ്കാരം ശ്രീ ചിത്രയ്ക്ക് സമർപ്പിക്കുന്നു. പ്രശസ്ത കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയാശാനാണ് ഈ പുരസ്കാരം സമർപ്പിക്കുന്നത്.